ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് കൂടി നേരുന്നു. കാരണം വെച്ചാൽ ഇപ്പോൾ നല്ല വെളുപ്പാങ്കാലമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ, ഈ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. എന്താ കിളികളൊക്കെ ഇങ്ങനെ പറക്കുന്ന നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ യാത്ര തിരിച്ചിട്ട് രാത്രിയിൽ 1:30 ആയപ്പോഴത്തേക്കിന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പം രാത്രിയിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലല്ലോ, ഫുൾ ഇരുട്ടല്ലേ. നമ്മളെ കാറിനകത്തിലും ലൈറ്റൊക്കെ ഓഫ് ആയതുകൊണ്ട് നമ്മളെ കാണാനും പറ്റത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് ഒരു വെട്ടമൊക്കെ വീണ് തുടങ്ങട്ടെ എന്ന് കരുതി. അങ്ങനെ ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒരു ചെറിയൊരു വെട്ടമൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വന്ന വഴിക്കൊക്കെ ആണെങ്കിൽ നല്ല മഴയായിരുന്നു കേട്ടോ. നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മൾ മലപ്പുറം വരെ പോവാണ്. നമുക്കവിടെ ഒരു ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണേ. പോകുന്ന വഴിക്ക് ഞാൻ വിചാരിച്ചു നമുക്കൊരു വീഡിയോ ഒക്കെ എടുക്കാം. പിന്നെ കുറേ പ്ലാനൊക്കെ ഉണ്ട്. കാരണം മഴയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടേക്കുള്ള ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസൊക്കെ ഒന്ന് കവർ ചെയ്ത് കണ്ടിട്ടൊക്കെ വരാമെന്ന് കരുതി കേട്ടോ. പിന്നെ അങ്ങനെ വന്ന വഴിക്ക് നമ്മളാണെങ്കിൽ ഒരു ചായക്കട കയറി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ചായക്കട കയറിയപ്പോഴത്തേക്കിനും ഒരു പ്രത്യേക ഒരു വൈബ് തോന്നി കേട്ടോ. കാരണം വെച്ചാൽ ഈ പണ്ടത്തെ കാലത്തെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൊരു ചായക്കട ഫീല് കുറച്ച് മോഡിഫൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും അവിടെ കയറിയ ഒരു ആംബിയൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്കിനും പണ്ടത്തെ ഒരു ചായക്കട ഫീൽ എനിക്ക് തോന്നിയത്. കാരണം വെച്ചാൽ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് അതിൽ മെയിനായിട്ട് പറയുകയെന്ന് വെച്ചാൽ ഇതിനകത്തിൽ ഒരു കുറേ പാട്ടുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റൊക്കെ കിട്ടുന്ന കാരണം ഞാനത് കട്ട് ചെയ്തതാണ് കേട്ടോ. അതായത് ഈ ചായ ഗ്ലാസ് കണ്ടില്ലേ, ഇതും പണ്ടത്തെ ചായ ഗ്ലാസ് ആണെന്നിങ്ങനെ അത്ത പറഞ്ഞു കേട്ടോ എൻ്റെ അടുത്ത്. കാരണം വെച്ചാൽ അവരുടെ കാലത്തിലൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. അതുപോലത്തെ പണ്ടത്തെ കുറേ പഴയ പാട്ടുകളൊക്കെ ആയിരുന്നു അവിടെ ഇട്ടിരുന്നത്. ചായ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഗ്ലാസും അതിലും ആ ചെറിയ ഗ്ലാസ്സിലും പകുതി ചായയുള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റ്, കറക്റ്റ് കടുപ്പം, കറക്റ്റ് മധുരം, നല്ല ചായയായിരുന്നു കേട്ടോ. അപ്പം രാവിലെ തന്നെ നല്ലൊരു അടിപൊളി ചായ കുടിച്ചു. അതിനുശേഷം നമ്മളതേ ഒരു പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തിയാണ് കേട്ടോ. അവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. കാരണം വെച്ചാൽ അവിടെ നിർത്തിയതെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ബാത്റൂമിലൊക്കെ ഒന്ന് പോയി മുഖമൊക്കെ ഒന്ന് കഴുകി അങ്ങനെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അവിടുന്ന് വണ്ടി കയറി നമ്മളിത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുന്നൊരു സമയമാണ് കേട്ടോ. നമ്മൾ ഇറങ്ങിയ സമയത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അടാറ് മഴയായിരുന്നു. ഒരു രക്ഷയില്ലാത്ത മഴ അങ്ങനെ വേണം പറയാം. കാരണം വെച്ചാൽ ഞാൻ കണ്ടില്ല കേട്ടോ, ഞാൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഇക്കായും അണ്ണനുമൊക്കെ അതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിങ്ങനെ പറയാം, വലിയത്തോ ഇവിടെ മഴയൊന്നും ഇല്ലല്ലോ. അത് നീ ഈ കാണുന്നതൊന്നും അല്ലായിരുന്നോ, നീ കണ്ണ് തുറന്നിരുന്നെങ്കിലല്ലേ കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിലെത്തിയിട്ടുണ്ട്. എനിക്ക് ശരിക്കും ഉണ്ടല്ലോ ഇവിടെ വരുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാൻ. ഇതൊരു പള്ളിയാണ് കേട്ടോ. അപ്പം ഇവിടുത്തെ മെയിൻ സംഭവം പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ നമ്മുടെ മനസ്സ് നന്നായിട്ട് ഒരു പോസിറ്റീവ് വൈബായിരിക്കും, ഒരു റിഫ്രഷിങ് ഫീലായിരിക്കും ഇവിടെ വരുമ്പോൾ. എന്തോ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. ഒരു പ്രത്യേക ഒരു സമാധാനം കിട്ടും ഇവിടെ വരുമ്പോഴത്തേക്ക്. ഒന്നും ആലോചിക്കാതെ നമ്മൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനൊരു സംഭവമാണ് കേട്ടോ. എന്തോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഇവിടെ. കൊച്ചിലെ മുതലേ നമ്മൾ വരാറുണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ ഇപ്പം നെച്ചുകുട്ടിയായിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ കടലും കായലും കൂടി ഇങ്ങനെ ഒന്നിച്ച് കിടക്കുന്നൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ വെള്ളങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവാറുമില്ല. എനിക്ക് ആദ്യമൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര അതിശയമായിരുന്നു. പിന്നല്ലേ അങ്ങനെയൊക്കെ മിക്സ് ആകാതൊക്കെ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെയുള്ളതൊക്കെ നമ്മൾ അറിയുന്നത്. അതും കേൾക്കുമ്പോഴത്തേക്കിനും ഭയങ്കര അതിശയമായിരുന്നു. എന്നാൽ ഈ വെള്ളം മിക്സ് ആവാണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറാണ്ട് ഇങ്ങനെ ഇരിക്കുമോ, വെറുതെ ആയിരിക്കും, അങ്ങനെയൊക്കെയുള്ളൊരു തോന്നലൊക്കെ ആയിരുന്നു. അപ്പം ഇവിടെ കടലും കായലൊക്കെ ഇങ്ങനെ ഒന്നിച്ച് നല്ല കടൽക്കാറ്റൊക്കെ ഉള്ള നല്ല തണുപ്പായിരിക്കും. എത്ര ചൂട് സമയത്ത് ഇവിടെ വന്നാലും നല്ല തണുപ്പായിരിക്കും. പ്രത്യേകിച്ച് കടൽ തീരത്തൊക്കെ ആ ഒരു സംഭവമാണല്ലോ. അപ്പോൾ നമ്മുടെ നെച്ചൂസ് വണ്ടിയിലിരുന്ന് ഉറക്കമായിരുന്നു. അവൾ എഴുന്നേറ്റ് തേക്കാടെ തോളിൽ കിടപ്പുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ കടകളിൽ മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കടകളൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ കടകളാണ് ഇവിടുത്തെ കടകൾ. നമ്മൾ നെച്ചുകുട്ടി പിന്നെയും ഉറങ്ങിപ്പോയിരുന്നു കേട്ടോ. ആൾ തോളിൽ കിടന്ന് പിന്നെയും ഉറക്കമാണ്.
അപ്പം ഇക്ക എൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഇടി ആ കടയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക, പണ്ടത്തെ കടകളൊക്കെ എന്ന് പറഞ്ഞിട്ട് എന്നോടിങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഇനി നമുക്കെന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ നിന്നൊന്ന് ഫ്രഷ് ആവണം, പല്ലൊക്കെ തേച്ച് എന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിനി പോകുന്ന വഴിക്ക് കാപ്പി കഴിക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ 7 മണി ആയിട്ടേ ഉള്ളൂ. ഇനി നെച്ചുക്കുട്ടി ഉറങ്ങുന്നുണ്ട്, പൂച്ചക്കുറ്റിൻ്റെ കൂട്ട് കിടന്നുറങ്ങുന്ന. വണ്ടിയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ഒരു വഴക്കാളിത്തരമൊക്കെ ആയിരുന്നു. കാരണം ആൾക്ക് ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുന്ന, ആളെ ഒരിടത്ത് ഇങ്ങനെ പിടിച്ചിരുത്തുന്നതൊന്നും തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് നെച്ചുക്കുട്ടി. അപ്പം അവൾക്കിങ്ങനെ ഓടിച്ചാടി നടക്കുന്നത് ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പിടിച്ചിരുത്തുമ്പോഴത്തേക്കിന് അതിൻ്റേതായിട്ടുള്ളൊരു ഡിസ്റ്റർബൻസ് ഉണ്ട് അവൾക്ക്. പിന്നെ അത്രയും ലോങ് യാത്രയും കൂടെ അല്ലേ, അപ്പോൾ ആൾ നല്ല ക്ഷീണത്തിൽ ഇപ്പം നല്ല ഉറക്കമാണ്. നമ്മൾ എന്ത് ബഹളം ഉണ്ടാക്കിയാലും ആളൊന്നും അറിയാണ്ട് ഉറങ്ങുന്ന മാതിരി ഭയങ്കര ഉറക്കം. അപ്പോൾ ദേ ഇവിടുത്തെ ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മിഠായിയാണ് കേട്ടോ അതുകൊണ്ട് ഈ കാണുന്നത്. ഇതിൻ്റെ പേര് പുളിമിഠായി എന്നാണ് കേട്ടോ. ഞാൻ നേരത്തെ വരുമ്പോഴേ ഞാൻ ഇത് കുറേ വാങ്ങി വെക്കും. ഞാൻ ഇതിൻ്റെ ഈ ഒരു ഫുള്ള് ഒരു 10 എണ്ണം ഒന്നിച്ചുള്ളത് വരെ വാങ്ങി വെച്ചിട്ട് ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണത്. പിന്നെ ഇതിൻ്റെ പണ്ടത്തെ മിഠായിസൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒന്നും രുചി ഇപ്പോൾ അത്രമാത്രം ഒന്നും കാണത്തില്ലായിരിക്കും, അമ്മായത്തെയൊക്കെ പറയുന്നേക്കാം. പിന്നെ അന്നത്തെ രുചിയൊന്നും ഇപ്പോൾ ഇല്ല എന്നിങ്ങനെ പറയുന്നേക്കാം. അപ്പം അതേ നമ്മളിങ്ങനെ കടൽ കാണാൻ വേണ്ടി പോകണം കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കടലൊക്കെ കാണാതെ ഇറങ്ങാൻ പറ്റില്ല, വരാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ നേരത്തെ നമുക്ക് താഴോട്ടൊക്കെ ഇറങ്ങാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ തന്നെ കല്ലൊക്കെ കെട്ടി, കാരണം കടൽ കയറിയതുകൊണ്ട് കല്ലൊക്കെ കെട്ടി ഇപ്പം നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല. നേരത്തെ നമുക്ക് താഴെയൊക്കെ ഇറങ്ങി നമ്മുടെ കാലൊക്കെ നനയ്ക്കാനൊക്കെ പറ്റുമായിരുന്നു. ഇപ്പോൾ ഇതേ കടൽ കയറി കിടക്കുന്ന കാരണം നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെയൊക്കെ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് കലാപരിപാടി തുടങ്ങാൻ പോകണം കേട്ടോ. റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ എന്തൊക്കെയുള്ളതെന്ന് നോക്കിയിട്ട് ഓർഡർ ചെയ്യാം, എന്നിട്ട് അങ്ങോട്ട് കഴിക്കാം. കാരണം നല്ല വിശപ്പുണ്ട് കേട്ടോ. നെച്ചൂസ് എന്ത് കഴിക്കുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. കാരണം അവളങ്ങനെ പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന ഫസ്റ്റ് ഒരു പരുവായി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അവൾക്ക് വീട്ടിൽ ഞാൻ അതുകൊണ്ടാണ് മസാല ദോശയാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. കഴിക്കുവാണെങ്കിൽ അവൾ ദോശയൊക്കെ കഴിച്ചോളൂല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്. പക്ഷേ പുള്ളിക്കാരി കഴിച്ചൊന്നുമില്ല, അവൾക്ക് ഇഷ്ടമല്ല, അവൾ വേണ്ടാന്ന് പറഞ്ഞു. അവളൊന്നും കഴിച്ചിട്ടില്ല ഇന്നത്തെ ദിവസം. അല്ലാണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് വന്നപ്പം കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള, അത് കഴിച്ചതുള്ളൂ. അല്ലാണ്ട് അവൾ കഴിച്ചില്ല കേട്ടോ, അവൾക്കൊന്നും വേണ്ടാന്ന്. പിന്നെ അവൾ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പം നമ്മൾ അവിടുന്ന് നേരെ വണ്ടിയിൽ കയറി നമ്മുടെ വീട്ടിലേക്ക് തിരിക്കുമായിരുന്നു. കാരണം എങ്ങും ഇറങ്ങാനോ അല്ലെങ്കിൽ ഒന്നും കാണാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. നല്ല മഴയായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങുന്ന ഒട്ടും സേഫും അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ എങ്ങും ഇറങ്ങിയില്ല, നമ്മൾ നേരെ തിരിച്ചു അവിടുന്ന്. പിന്നെ വന്ന വഴിക്ക് കണ്ടൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. രാത്രിയായിരുന്നു. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്തൊക്കെയാണെന്ന് പോലും എനിക്കറിയില്ല. ഇതൊക്കെ എന്താണ് ഈ സാധനമൊക്കെ? പണ്ട് ഒരു മനുഷ്യൻ്റെ കാലൊക്കെ പകുതിക്കൊക്കെ ഇരിക്കുന്ന, ഉടലൊന്നുമില്ല, കാലുകൾ മാത്രം. അങ്ങനെ ഓരോരോ ശില്പങ്ങളിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് പേരൊന്നും എനിക്കറിയില്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഇത്ര ഐഡിയ ഇല്ല ഇതെന്താണ് സംഭവം എന്നൊന്നും. എനിക്ക് ഇതൊക്കെ ആരാണോ എന്തോ, ഞങ്ങൾ വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ, എനിക്ക് ആരാന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം പിന്നെ ഇവിടെയൊക്കെ നിന്നു, കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്ന് സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെന്താ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെയും കാണാൻ. കുറേ ആൾക്കാരിങ്ങനെ ഈ ഒരു ഇതിൽ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ഉള്ളവർ തന്നെ ആയിരിക്കും, കാരണം അവർ ഒന്ന് വൈകുന്നേരമൊക്കെ ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കിനെ കണ്ടൊരു പ്ലേസാണ്. നേരത്തെ നമ്മളിവിടെ വന്നിട്ടൊന്നുമില്ല കേട്ടോ, ആദ്യമായിട്ട് കണ്ടതാണ്. ഇത് കണ്ടോ, അരിവാളൊക്കെ കുത്തി വെച്ചേക്കുന്നു. എനിക്ക് ഇതെന്തിനാണ് അവരിങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നതെന്നൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ, ഞാനിങ്ങനെ വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ ഇതാണ്ട് ഭയങ്കര നാറ്റുമായിരുന്നു ഇവിടെ, കാരണം ഫുള്ള് വേസ്റ്റും ആ ഇതിനകത്തിലുണ്ട്, വെള്ളത്തിലുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത്. എന്തായാലും ഫാമിലിയായിട്ട് പോയിട്ട്
അടിച്ചു പൊളിച്ചു എന്ന് വേണം പറയാൻ. നല്ല രസമായിരുന്നു. എല്ലാവരും ഒന്നിച്ച് നമ്മുടെ നെയ്ച്ചക്കുട്ടി വേണ്ട കൈയൊക്കെ ചൂണ്ടി അവിടെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടതിനാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.